എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്ഥത്തിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ്? ഉത്തരം ആ ഉ ഉം. ഓം എന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ ശബ്ദമായാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഉ ഉം എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ഓം എന്ന ശബ്ദം. ആ എന്നത് ഉണർവ് എന്ന് വിളിക്കപ്പെടുന്നു. ബോധപൂർവമായ മാനസികാവസ്ഥയിൽ ഉണരുന്നതിനോട് ഇത് സൂചിപ്പിക്കുന്നു. ഉ എന്നത് സ്വപ്നമെന്ന് വിളിക്കപ്പെടുന്ന സ്വപ്നാവസ്ഥയെ അല്ലെങ്കിൽ അബോധാവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നത് സുഷുപ്തി എന്നറിയപ്പെടുന്ന ഗാഠമായ ഉറക്കത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, പഞ്ചപ്രകാരങ്ങളിൽ പെടുന്നത് ഏത്? ഉത്തരം മര്യാദ. ദൈവത്തിന് രൂപഭാവം നൽകി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഗർഭഗൃഹം എന്നറിയപ്പെടുന്നത് ശ്രീകോവിലാണ്. ശ്രീകോവിലിന് ചുറ്റും വരുന്ന 5 വിവിധ ഭാഗങ്ങളെയാണ് പഞ്ചപ്രകാരം എന്ന് വിളിക്കുന്നത്. അകത്തെ ബലിവട്ടം, അന്തഹാര അഥവാ ചുറ്റമ്പലം അല്ലെങ്കിൽ നാലമ്പലം, മധ്യഹാര അഥവാ വിളക്കുമാടം, ബാഹ്യഹാര അഥവാ പുറത്തെ ബലിവട്ടം, മര്യാദ അഥവാ പുറം മതിൽ എന്നിവയാണ് പഞ്ചപ്രകാരങ്ങൾ. പഞ്ചപ്രകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കേരളത്തിലെ ഏതു ക്ഷേത്രത്തിൽ കൊടിയേറുന്നതോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്? ഉത്തരം തൃക്കാക്കര മഹാക്ഷേത്രം. കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു കാൽ വച്ച സ്ഥലമായതിനാൽ തിരുക്കാൽക്കരയെന്ന സ്ഥലപ്പേരുണ്ടായി എന്നാണ് ഐതിഹ്യം. തിരുക്കാൽക്കരയാണ് തൃക്കാക്കരയായതെന്ന് വിശ്വസിക്കുന്നു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ഇവിടെ വെച്ചാണെന്ന് വിശ്വാസികൾ കരുതുന്നു. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ 10.5 ഏക്കർ വിശാലമായ ക്ഷേത്രവളപ്പിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് വാമനമൂർത്തിയുടേതും രണ്ടാമത്തേത് മഹാദേവ ക്ഷേത്രമാണ്. പ്രധാന മൂർത്തി ഇവിടെ കിഴക്കോട്ട് ദർശനമുള്ള വാമനമൂർത്തിയാണ്. മഹാബലി പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ ഇവിടെ എത്തി തപസ് അനുഷ്ഠിച്ചെന്നും വിഷ്ണു ദർശനം നൽകിയെന്നും മറ്റൊരു ഐതിഹ്യം കൂടി ക്ഷേത്രത്തിനുണ്ട്. കപില മഹർഷിയുടെ ആഗ്രഹപ്രകാരമാണത്രേ വാമനമൂർത്തിയായി മഹാവിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത്. തൃക്കാക്കരയപ്പൻ എന്നറിയപ്പെടുന്നത് വാമനനാണ്. അടുത്ത ചോദ്യം, ദേവസ്വം സെറ്റിൽമെൻറ്റ് വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? ഉത്തരം 1906. ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണത്തിന് നയിച്ച പ്രധാന സംഭവങ്ങളും നോക്കാം. തിരുവിതാംകൂറിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും ഭരണം സർക്കാർ ഏറ്റെടുത്തത് 1811 റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടത്തിലാണ്. കേണൽ മൺട്രോ ആയിരുന്നു മഹാറാണിയുടെ ദിവാൻ. 1897 ദേവസ്വം വകുപ്പ് നിലവിൽ വന്നത്. 1906 ദേവസ്വം സെറ്റിൽമെൻറ്റ് വിളംബരം പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ദേവസ്വത്തിൻ്റെ കാണാക്കുടിയന്മാരുമായുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. 1907 ദേവസ്വം വകുപ്പ് ലാൻഡ് റവന്യൂ വകുപ്പിന് കീഴിലായി. പണപ്പിരിവിനുള്ള ചുമതല ലാൻഡ് റവന്യൂവിനെ ഏൽപ്പിച്ചു. മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ദേവസ്വം ഭരണം റവന്യൂ വകുപ്പിൽ നിന്ന് മാറ്റി പ്രത്യേക വകുപ്പാക്കിയ വിളംബരമാണ് 1922 ഏപ്രിൽ 12 ദേവസ്വം വിളംബരം. 1949 ആദ്യ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു. ഇതിൻ്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള ലയനം 1949 ജൂലൈയിൽ നടന്നതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെ രാജാക്കന്മാരും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേവസ്വങ്ങളുടെ ഭരണം 3 അംഗങ്ങൾ വീതം ഉൾപ്പെട്ട ഒരു ബോർഡിൻ്റെ അധികാര പരിധിക്കുള്ളിലായി. ഈ 3 അംഗങ്ങൾ ഓരോരുത്തരെയും യഥാക്രമം ഹിന്ദു മന്ത്രിമാർ, ഹിന്ദു നിയമസഭാ അംഗങ്ങൾ, മഹാരാജാവ് എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്തിരുന്നത്. 1949 4ാം വിളംബരം, 9ാം വിളംബരം, 1950 1ാം വിളംബരം എന്നിവയനുസരിച്ച് ഈ നിയമവ്യവസ്ഥകൾക്ക് നിയമസാധുത നൽകി. തുടർന്ന് 1950 ഹിന്ദു മതസ്ഥാപന നിയമം, ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 15 of 1950 നിയമസഭ പാസാക്കിക്കൊണ്ട് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾക്ക് ബാധകമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. അടുത്ത ചോദ്യം, പട്ടിസദ്യ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അയ്യപ്പൻ എന്നായിരുന്നു പേര്. കൂടുതൽ അറിയപ്പെട്ടത് കുഞ്ഞൻ എന്ന ഓമന പേരിലാണ്. ആദ്യകാല വിദ്യാഭ്യാസം കൊല്ലൂർ മഠം പാഠശാലയിലായിരുന്നു.
പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ പഠിക്കുന്ന കാലത്താണ് കുഞ്ഞൻ ചട്ടമ്പിയായി മാറുന്നത്. മറ്റു കുട്ടികളെ നിയന്ത്രിച്ച് അച്ചടക്കം ഉറപ്പാക്കാൻ ആശാൻ നൽകിയ സ്ഥാനപ്പേരായിരുന്നു ചട്ടമ്പി അഥവാ ലീഡർ. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് തെളിയിക്കുന്ന സർവമത സാമരസ്യം ആണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യത്തെ കൃതി. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, അപൂർവ ചികിത്സാവിധി തുടങ്ങിയവയാണ് പ്രധാന രചനകൾ. അടുത്ത ചോദ്യം, കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം. ഉത്തരം, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അഥവാ മുപ്പെട്ട് ബുധനാഴ്ചയാണ് കുചേല ദിനം. കുചേല ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം അടക്കമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ അവിൽ സമർപ്പണം നടക്കുന്നു. സതീർത്ഥനായ കുചേലനെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ കരകയറ്റിയ സുദിനമാണ് കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. കുചേലന്റെ യഥാർത്ഥ പേര് സുദാമാവ് എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹപാഠിയും ആത്മസുഹൃത്തുമായിരുന്നു സുദാമാവ്. കീറിയ ചേല ഉടുത്തതിനാലാണ് സുദാമാവിന് കുചേലൻ എന്ന പേര് വന്നതെന്ന് വിശ്വാസം. കുചേല ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സമ്പൽ സമൃദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം. അടുത്ത ചോദ്യം, ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം. ഉത്തരം, ശരീരം. ഈശ്വരനെ മൂർത്തി രൂപത്തിൽ ആരാധിക്കുന്നതിനുള്ള ആലയമാണ് ക്ഷേത്രം. സംസ്കൃത പദമായ ക്ഷേത്രയിൽ നിന്നാണ് ഇതുണ്ടായത്. ക്ഷേത്ര എന്ന സംസ്കൃത പദത്തിനർത്ഥം ശരീരം എന്നാണ് ഭഗവത്ഗീതയിൽ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏത്? ഉത്തരം, ചെണ്ട. 5 തരത്തിൽപ്പെട്ട വാദ്യോപകരണങ്ങളാണ് പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്നത്. തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം എന്നിവയാണ് പഞ്ചവാദ്യങ്ങൾ. അടുത്ത ചോദ്യം, ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം, തിരുവല്ല. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്തിനടുത്തുള്ള കരമന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. പരശുരാമന് സമർപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ഈ പരശുരാമ ക്ഷേത്രം ബലിതർപ്പണ ചടങ്ങിന് പേരുകേട്ടതാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. തിരുവല്ലം എന്ന സ്ഥലനാമം ശ്രീ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വല്ലം എന്നതിന് അർത്ഥം തലയെന്നാണ്. പത്മനാഭസ്വാമിയുടെ തലഭാഗമാണ് ഇത് എന്നാണ് വിശ്വാസം. ഉടൽ ഭാഗമാണ് അനന്തൻകാടും എന്നും പാദങ്ങളാണ് തൃപ്പാപ്പൂർ എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഭരണം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, ശ്രീകൃഷ്ണൻ്റെ ശംഖിൻ്റെ പേരെന്ത്? ഉത്തരം, പാഞ്ചജന്യം. പഞ്ചപാണ്ഡവരുടെ ശംഖുകൾ ഏതെന്ന് നോക്കാം. അർജുനൻ്റെ ശംഖിനെ ദേവദത്ത എന്ന് വിളിക്കുന്നു. യുധിഷ്ഠിരൻ്റെ ശംഖിനെ അനന്തവിജയം എന്ന് വിളിക്കുന്നു. ഭീമൻ്റെ ശംഖാണ് പൗണ്ട്ര. നകുലൻ്റെ ശംഖാണ് സുഘോഷ. സഹദേവൻ്റെ ശംഖിനെ മണിപുഷ്പകം എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം, ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ഉത്തരം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നോക്കാം. തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ആ പേര് ലഭിച്ചത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അനന്തശൈലത്തിലുള്ള വിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നീളം 18 അടി വരും. നേപ്പാളിൽ നിന്നുള്ള 12,008 സാളാഗ്രാമ കല്ലുകൾ കൊണ്ട് 18 അടി നീളമുള്ള വിഗ്രഹം പണിതീർത്തത് AD 1733 അന്നത്തെ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരിയിലാണ് മാർത്താണ്ഡവർമ്മ തൃപ്പണിദാനം നടത്തിയത്. പുരാതന തിരുവിതാംകൂറിൽ 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി പ്രീതിക്കായി നടത്തിവരുന്ന യാഗമാണ് മുറജപം. അടുത്ത ചോദ്യം, തൃപ്പത്താറാട്ട് വിശേഷം ഏതു ക്ഷേത്രത്തിലാണുള്ളത്? ഉത്തരം, ചെങ്ങന്നൂർ ദേവി ക്ഷേത്രത്തിൽ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളൊന്നാണ് ഈ ക്ഷേത്രം. ഒരേ ശ്രീകോവിലിൽ പരസ്പരം അഭിമുഖമായി വാഴുന്ന മഹാദേവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാവാത്ത അപൂർവ ചടങ്ങാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തൃപ്പത്താറാട്ട്. ദേവി രജസ്വലയാകുന്നു എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള സങ്കല്പം. ആണ്ടിൽ പലതവണ ദേവി തൃപ്പത്താകാറുണ്ട്. എപ്പോഴെങ്കിലും ഉടയാടയിൽ പാടുകണ്ടാൽ 3 ദിവസത്തേക്ക് പടിഞ്ഞാറേ നട അടയ്ക്കും. ദേവി ചൈതന്യത്തെ ബലിബിംബത്തിലേക്ക് മാറ്റും. അതിനുശേഷം പ്രധാന ശ്രീകോവിൽ നിന്നും ദേവിയെ മാറ്റി എഴുന്നള്ളിക്കുകയും 3-ാം പക്കം പമ്പ നദിക്കരയിലുള്ള മിത്രക്കടവിലേക്ക് നീരാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഈ ആഘോഷമാണ് തൃപ്പത്താറാട്ട്. ചെങ്ങന്നൂരമ്മ തൃപ്പത്താകുന്ന സമയത്ത് നടത്തുന്ന പ്രത്യേക വഴിപാടാണ്
ഹരിദ്ര പുഷ്പാഞ്ജലി. അടുത്ത ചോദ്യം, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടക്കി വെച്ചതാര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 7.5 പൊന്നാന ഏറ്റുമാനൂരപ്പന് സമർപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ മാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു ഇതെന്നും അദ്ദേഹം നാടു നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവനും പിൻഗാമിയുമായ ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കി വെച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ആൻസർ കീ പ്രകാരം ഉത്തരം മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ പുനർജനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ഒരു ക്ഷേത്രം? ഉത്തരം തിരുവില്ലാമല. തൃശ്ശൂരിലാണ് തിരുവില്ലാമല ശ്രീ വില്ലോദിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് പുനർജനി നൂഴൽ എന്ന ആചാരം നിലവിലുള്ളത്. ഒരു തവണ പുനർജനി നൂഴ്ന്നിറങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് ഐതിഹ്യം. മഹാദേവൻ കൈലാസത്തിൽ പൂജിച്ചിരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹം വില്ലോദരിമലയിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ്. വിശ്വകർമാവാണ് ഗുഹ നിർമ്മിച്ചു നൽകി എന്ന് പറയപ്പെടുന്നു. ഗുഹയോട് ചേർന്ന് പാപനാശിനി തീർത്ഥം, പാതാള തീർത്ഥം എന്നിവയെ കൂടാതെ ദേവേന്ദ്രൻ അമ്പെയ്തുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന അമ്പ് തീർത്ഥം, ഐരാവതം കൊമ്പുകുത്തി ഉണ്ടാക്കിയ കൊമ്പ് തീർത്ഥം എന്നിവയുണ്ട്. വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി, അതായത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ആചാരപ്രകാരം ഗുഹ നൂഴൽ. അടുത്ത ചോദ്യം, മന്നാൻ കൂത്തിൻ്റെ ഇതിവൃത്തം എന്ത്? ഉത്തരം ചിലപ്പതികാരം കഥ. ആചാരാനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായി നടത്തിപ്പോരുന്ന വിശിഷ്ട ഗോത്ര കലാവിഷ്കാരമാണ് മന്നാൻ കൂത്ത്. തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം അഥവാ കണ്ണകി കോവലൻ കഥയാണ് മന്നാൻ കൂത്തിൻ്റെ ഇതിവൃത്തം. ചിലപ്പതികാരത്തിൽ കണ്ണകി കോവലൻ വിവാഹം മുതൽക്കാണ് ആരംഭിക്കുന്നതെങ്കിൽ മന്നാൻ കൂത്തിൽ ദമ്പതികളുടെ ജനനം മുതൽക്കുള്ള കഥയാണ് പരാമർശിച്ചുള്ളത്. അടുത്ത ചോദ്യം, കോയിമ്പട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്? ഉത്തരം മുടിയേറ്റ്. മധ്യ കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. ദാരികനെ വധിച്ച കാളിയുടെ വിജയം ആഘോഷിക്കുന്ന ചടങ്ങാണിത്. കുറുപ്പ്, മാരാർ സമുദായത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് കലാകാരന്മാർ. കളമെഴുത്തോടെയാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത്. കളമെഴുത്തുപാട്ടിന് ശേഷം കളം വായിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുകയായി. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കൂളി, കോയിമ്പട നായർ എന്നിങ്ങനെ 7 കഥാപാത്രങ്ങളാണ് മുടിയേറ്റിലുള്ളത്. ദാരികവധത്തിനായി അലറിപ്പാഞ്ഞു വരുന്ന കാളിയുടെ കലി ശമിപ്പിക്കാനായി നന്ദികേശൻ വേഷം മാറി വരുന്നതാണ് കോയിമ്പട നായർ. അടുത്ത ചോദ്യം, ഏതു പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അധമമായിട്ടുള്ളത്? ഉത്തരം ദുമ്ര. ഭൂമിയെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. സുപത്മ, ഭദ്ര, ചൂർണ, ധൂമ്ര തുടങ്ങിയവയാണിത്. ദുമ്ര ഒഴികെയുള്ള 3 തരത്തിലുള്ള ഭൂമികളും ദേവപ്രതിഷ്ഠയ്ക്ക് എടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, സവ്യാപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിൽ? ഉത്തരം ശിവക്ഷേത്രത്തിൽ. ശിവക്ഷേത്ര പ്രദക്ഷിണത്തെ സവ്യാപസവ്യം എന്നാണ് പറയുന്നത്. സവ്യ എന്നാൽ പൂർണ്ണമായ പ്രദക്ഷിണവും അപസവ്യം എന്നാൽ അപ്രദക്ഷിണവും എന്നാണ് അർത്ഥം. ശിവക്ഷേത്രത്തിൽ ഓവിനെ ആരും മറികടക്കാറില്ല. ക്ഷേത്രത്തിൻ്റെ ഓവ് ഭാഗം വരെ എത്തി തിരിച്ച് വീണ്ടും എതിർദിശയിലൂടെ ഓവിനടുത്തെത്തിയാണ് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. അടുത്ത ചോദ്യം, മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു? ഉത്തരം ശിവരാത്രി. ചോദ്യം, ക്ഷേത്ര ഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? പാദം. ക്ഷേത്രം മുഴുവൻ ഭഗവാന്റെ ശരീരമായാണ് കണക്കാക്കുന്നത്. ശ്രീകോവിലാണ് ശിരസ്. ദിക്പാലകരും സപ്തമാതൃകകളും പ്രതിഷ്ഠിച്ചിരിക്കുന്ന അകത്തെ പ്രകാരം മുഖമാണ്. അന്തഹാരം എന്നറിയപ്പെടുന്ന അകത്തെ പ്രകാരത്തിന് പുറത്തുള്ള മതിൽ ഭഗവാന്റെ നെഞ്ചാണ്. നമസ്കാര മണ്ഡപം കഴുത്താണ്. ബലിപീഠം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുറം പ്രകാരം ഭഗവാന്റെ അരക്കെട്ടിനെ രൂപപ്പെടുത്തുന്നു. ഗോപുരമുള്ള പ്രധാന കവാടം ഭഗവാന്റെ പാദങ്ങളാണ്. അടുത്ത ചോദ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട വേദം? ഉത്തരം സാമവേദം. അടുത്ത ചോദ്യം, വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണ എത്ര? ഉത്തരം 4. ദേവന്മാർക്ക് നൽകുന്ന പ്രദക്ഷിണങ്ങളുടെ എണ്ണ ഏതൊക്കെയാണ് നോക്കാം. ഗണപതി 1 പ്രദക്ഷിണം, സൂര്യൻ 2 പ്രദക്ഷിണം, മഹാദേവൻ 3 പ്രദക്ഷിണം, ദേവി 3, 5 അല്ലെങ്കിൽ 7 പ്രദക്ഷിണം. ചില ക്ഷേത്രങ്ങളിൽ 4 പറയപ്പെടുന്നുണ്ട്. മഹാവിഷ്ണു, ശ്രീരാമൻ, കൃഷ്ണൻ, ധന്വന്തരി എന്നിവർക്ക് 4 പ്രദക്ഷിണമാണ്. ഹനുമാൻ, നാഗരാജാവ് എന്നിവർക്ക് 3 പ്രദക്ഷിണം. ശാസ്താവിന് 5 പ്രദക്ഷിണം, സുബ്രഹ്മണ്യന് 6 പ്രദക്ഷിണമാണ്. അരയാലിന് 7 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. അടുത്ത ചോദ്യം,
സോമപാനത്തിനുള്ള അവകാശം അശ്വിനി ദേവകൾ കൂടി ലഭ്യമാക്കിയ മഹർഷി. ഉത്തരം ചവനൻ. അടുത്ത ചോദ്യം, 1852 മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുൻകൈയെടുത്തത്. ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ചോദ്യം, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളായി. ഏതു കൃതിയിലേതാണ് ഈ വരികൾ? ഉത്തരം ജ്ഞാനപ്പാന. ഭക്തകവി പൂന്താനം രചിച്ചതാണ് ജ്ഞാനപ്പാന. ഭാഷാ കർണാമൃതം, സന്താനഗോപാലം, ദശാവതാര സ്തോത്രം, നാരായണ കീർത്തനങ്ങൾ എന്നീ ഒട്ടേറെ ചെറിയ കൃതികളും പൂന്താനം രചിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് പൂന്താന ദിനം ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീ പൂജാരിയുള്ള കേരളത്തിലെ ഏക പ്രധാന ക്ഷേത്രം കൂടിയാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ പൂജാരി മണ്ണാറശാല അമ്മ എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏത്? ഉത്തരം മീനൂട്ട്. കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് തൃപ്രയാർ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലുള്ള ഒരു മുക്കുവന് മീൻപിടുത്തത്തിനിടെ അത് ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇവിടുത്തെ പ്രതിഷ്ഠ തൃപ്രയാറപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും അറിയപ്പെടുന്നു. ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് വഴിപാട് നടത്തപ്പെടുന്നത്. അടുത്ത ചോദ്യം, തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെ. തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആദ്യം നടത്തുന്ന നിവേദ്യമാണ് ഉഷപ്പായസം. തിരുവാർപ്പിൽ ഉഷ എന്ന പേരിൽ ഇത് പ്രസിദ്ധമാണ്. അടുത്ത ചോദ്യം, പടത്തിപ്പടം ഇഷ്ട നിവേദ്യമായ ദേവൻ. ഉത്തരം ശ്രീ വല്ലഭൻ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ശ്രീ വല്ലഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ശ്രീ വല്ലഭ വിഗ്രഹത്തിന് 8 അടി ഉയരമുണ്ട്. ദിവസേന പടത്തിപ്പഴ കുലകൾ സമർപ്പിക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ദിവസവും കഥകളി ഒരു വഴിപാടായി അവതരിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, നാറാണത്വ ഭ്രാന്തനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമേത്? ഉത്തരം തളി മഹാക്ഷേത്രം. കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളെയും നമ്പൂതിരി ബ്രാഹ്മണ പ്രതാപ കാലത്തെ സവർണ ക്ഷേത്രങ്ങളെയുമാണ് തളി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. മിക്ക തളി ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളായിരിക്കും. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന 4 തളി ക്ഷേത്രങ്ങളാണ് കോഴിക്കോട് തളി ശിവക്ഷേത്രം, കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം, കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ, കോട്ടയം തളിക്കോട്ട മഹാദേവ ക്ഷേത്രം എന്നിവ. കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം. തളിയമ്പലം എന്നറിയപ്പെടുന്ന കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. സാമൂതിരിയുടെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ശിവക്ഷേത്രം കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇവിടെ ഉണ്ട്. പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു എന്നാണ് വിശ്വാസം. പരശുരാമൻ സ്ഥാപിച്ച 4 തളി ക്ഷേത്രങ്ങളിൽ ഒന്നാമതാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ ഗണപതിയെ നാറാണത്വഭ്രാന്തൻ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വാസമുണ്ട്. 2 കൊടിമരമുള്ള അപൂർവ ക്ഷേത്രങ്ങൾ ഒന്നുകൂടിയാണിത്. കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാർ പണ്ട് നടത്തിയിരുന്ന വിദ്വൽ സദസ്സാണ് രേവതി പട്ടത്താനം. ഇതിന് വേദിയായിരുന്നത് കോഴിക്കോട്ടെ തളി മഹാദേവ ക്ഷേത്രമാണ്. കേരള ദേവസ്വം ബോർഡ് എക്സാമുകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.